ഇത് വളരെ തുടക്കത്തിൽ തന്നെ സി പി എമ്മിൻ്റെ പ്രതിനിധി ചർച്ച ആരംഭിച്ചത് ശബരിമലയിൽ കേന്ദ്രീകരിക്കേണ്ട ഒരു ചർച്ചയ്ക്ക് പകരം അദ്ദേഹം കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വളരെ വ്യക്തമാണ്. അതിലേക്കാണ് ഞാനത് ബോധപൂർവം ഈ ചർച്ച ശബരിമലയിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കാതിരുന്നതാണ്, അല്ലാതെ എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് പ്രതികരിക്കേണ്ട ബാധ്യതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞങ്ങൾ നടപടി എടുത്തില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആദ്യത്തെ ആരോപണം, പേര് പോലും പറയാതെ ആദ്യത്തെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ചില ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ കൂടുതൽ ആരോപണങ്ങൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നേ ഒഴിവാക്കിയെന്നേ. അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയം പറയാൻ കഴിയുന്ന ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിൽ ഇത്ര മാതൃകാപരമായ നടപടി ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുള്ളത്? പിന്നെ നടപടി എടുക്കേണ്ടത് ആരാ? പിണറായി വിജയനാ, നിങ്ങളുടെ ആഭ്യന്തര വകുപ്പാ. നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നടപടി സ്വീകരിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ അയാളെ ചോദ്യം ചെയ്ത് അയാൾ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത നിങ്ങളല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ശിവൻകുട്ടി നിങ്ങളുടെ മന്ത്രിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. ഞങ്ങളുടെ അടുത്തൊന്നും പറയണ്ട. ഞങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന കുറ്റാരോപിതനല്ലേ, കുറ്റം ചെയ്ത ആളല്ലല്ലോ എന്ന് നിങ്ങളുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ചെയ്യേണ്ട നടപടി ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്വീകരിക്കേണ്ട സമസ്ത നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നേ. ഹാഷ്മി ഉൾപ്പെടെയുള്ള ചർച്ചകളിൽ ഞാനടക്കം ആ വിഷയങ്ങളിൽ വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നൈതികമായ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങളുടെ നാണം കെട്ട സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് കുറ്റാരോപിതനാണല്ലോ, കുറ്റം ചെയ്ത ആളല്ലല്ലോ, കുറ്റം തെളിയട്ടെ എന്നിട്ട് നോക്കാം. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരാണെന്ന്. നാണം കെട്ടവന്മാർ, പെണ്ണ് കേസിൽപ്പെട്ടവനെ ചുമന്നുകൊണ്ട് കിടക്കുന്ന നാണം കെട്ടവന്മാർ അത്തരത്തിലുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രൊവോക്കേഷൻ ആണ്, ഇടപെടുന്നതാണ്. ശരി, കഴിഞ്ഞ പ്രൊവോക്കേഷൻ കഴിഞ്ഞു. പി ആർ പറയട്ടെ. ഒരു പ്രൊവോക്കേഷനും ഇല്ല. പറയട്ടെ സാർ. ഡി സുരേഷ് കുമാർ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപമായി. ഇനി ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിച്ചു. ഒന്ന് ഇനി വി ആറിന് പറയട്ടെ. ശരി, ഒന്ന് അല്ല, 1-2 ശരി, 1-1 ശരി. സ്കോർ ബോർഡിൽ 1-2 1-3 ആയി. വിട്ടേക്ക് അതിന് വിഷയത്തിലേക്ക് അനു പറഞ്ഞു കൊടുത്തേക്ക്. ഓക്കെ. അല്ലേ, അത് ഞാൻ പറയാം മറുപടി പറയണോ എന്ന് ഈ CPM-ന്റെ ബഹുമാന്യായ പ്രതിനിധി ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ ഞാൻ മറുപടി പറയാൻ പറഞ്ഞതാണ്. അപ്പോൾ ഹാഷ്മി പറഞ്ഞു എൻ്റെ ഊഴത്തിൽ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു. ഞാനിത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പരമപരിശുദ്ധർ, കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ പറയുന്ന തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇവരുടെ നാണം കെട്ടെന്ന പദം തിരുത്തുന്നു. ബഹുമാന്യനായ, അതാണെന്ന് പ്രശ്നം, ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എന്താ പറയുന്നത്? കുറ്റം ചെയ്തിട്ടില്ല, കുറ്റാരോപിതനാണ് എന്ന് പറഞ്ഞ് നിൽക്കുക. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ കുറ്റാരോപിതൻ മാത്രമായ വ്യക്തിയെ, ഒരു നടപടിയും എടുക്കാത്ത വ്യക്തിയെ, പോലീസ് അറസ്റ്റ് ചെയ്യാത്ത വ്യക്തിയെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനാപരമായ നൈതികത ഉയർത്തിപ്പിടിച്ച് സാധ്യമായ എല്ലാ ഇനി താൻ മിണ്ടരുത്. അല്ല, അങ്ങനെ CPM-ന്റെ പ്രതി സംസാരിക്കില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറുപടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് കയറുക. അല്ല, കള്ളൊന്നല്ല. നിങ്ങൾ പറയുന്നതൊക്കെ സത്യ. നിങ്ങൾ ഈ പറയുന്നത് കോൺഗ്രസിനെ അധിക്ഷേപിക്കുക, കോൺഗ്രസ് സംരക്ഷിക്കുക എന്ന് പറയാ, ഈ വിഷയവുമായി ബന്ധമില്ലാത്ത വിഷയം ഉന്നയിക്കുക, അതൊക്കെ ആദ്യം നമ്മൾ കേട്ടിരിക്കുക. നിങ്ങൾ അതിന് പറയുമ്പോൾ മറുപടി പറയാൻ നിൽക്കുമ്പോൾ അവതാരകം പറഞ്ഞു കേട്ട് ഞാൻ പിന്മാറുക. പിന്നെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ പാർട്ടി ഓഫീസിൽ വന്ന് ചർച്ചയ്ക്ക് വന്ന ആളല്ല, ഹാഷ്മി എന്നെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് വന്ന ആളാണ്. അല്ല, വിഷയം ഇല്ലാത്ത വിഷയം ഉന്നയിച്ചു. അത് ചർച്ച ചെയ്യാനും തയ്യാറായി. എന്നിട്ട് ആ ചർച്ച പൊളിഞ്ഞു എന്ന് കണ്ടപ്പോ വീണ്ടും ചാടി വരുന്നു. മിസ്റ്റർ, അതൊന്നും വേണ്ട. പറയാനുള്ളത് പറയും, നിങ്ങളുടെ ഒഴുത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. വിഷയവുമായി ബന്ധമില്ലാത്ത വിഷയം ഉന്നയിച്ചു. അതിന് ഞാൻ മറുപടി പറയുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ വളരെ ചുരുക്കി പറയാം, മാന്യമായി പറയാം.
ഞങ്ങൾ ഈ ശബരിമലയിൽ കേന്ദ്രീകരിച്ചൊരു ചർച്ച വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, മറ്റൊരു വിഷയത്തിൽ മറ്റൊരു MLA ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് കുറ്റാരോപിതൻ മാത്രമായ ഈ പറയുന്ന ഇരകൾ പോലും പുറത്തു പറയാത്തൊരു കേസിൽ, വ്യക്തതയില്ലാത്തൊരു കേസിൽ ഞങ്ങളെ കൊണ്ട് സ്വീകരിക്കാൻ കഴിയുന്നതിന്റെ നൈതികമായ സംഘടനാപരമായ നടപടിയുടെ അങ്ങേയറ്റം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.